എന്താണ് ഒതുക്കിച്ച് കഴിഞ്ഞില്ലേ? ഒതുക്കിച്ച് കഴിഞ്ഞില്ലേ? സാരികളൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കുക. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കല്യാണ സാരിയും എൻഗേജ്മെൻറ്റ് സാരിയും ഒക്കെ എടുത്തൊന്ന് നിവർത്തി വീണ്ടും മടക്കി ഹാങ്ങറിൽ തൂക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാ. 16 വർഷം മുമ്പത്തെ സാരികളാണ് ഇതൊക്കെ. എൻഗേജ്മെന്റ് സാരി കേട്ടാ അത്. എന്റെ പാന്റൊക്കെ ഉണ്ടല്ലോ. പാന്റ് അതൊക്കെ എല്ലാം പിന്നെന്താ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ട് ഞാൻ എവിടെയാണാവോ, അത് കുട്ടികളുടെ ഈ ചെറിയ ഉടുപ്പൊക്കെ വെക്കില്ല, അതൊക്കെ എന്താ പറയാ, അതൊക്കെ ഒരു ഓർമ്മയ്ക്ക് ഇങ്ങനെ ഞാൻ ഒരു ബോക്സ് ഒരു പെട്ടിയിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് സാരി കേട്ടാ, മെറൂണ്. ഇത് ബനാറസ് പട്ട് എന്ന് പറയും, അന്നത്തെ ഫാഷൻ അല്ലേ കേട്ടാ. ഇതാണ് എൻഗേജ്മെന്റ് സാരി, ചുമപ്പ്. വർക്ക് പിന്നെ എല്ലാവരും ബനാറസ് തന്നെയാണ് കല്യാണത്തിനും ഒക്കെ എടുക്കണത്. 16 വർഷം 2009 അന്ന് എല്ലാവരും എടുക്കണത് ഈ ഒരു ഇതണ്ട, നല്ല ഉടുത്താൽ നല്ല ഒതുങ്ങി നിൽക്കണ ഒരു സാരി കേട്ടാ. കുറേ ഞാൻ ആ സമയത്തൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ എൻഗേജ്മെന്റ് സാരികൾ ഉടുത്തിട്ട് പോവുമല്ലോ, അങ്ങനെ ഉടുത്തിട്ട് അങ്ങനെ വെച്ചിരിക്കണതാ. ഇത് ഉണ്ണിയേട്ടൻ്റെ ഷർട്ട്. അന്ന് കുറേ നാള് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷത്തോളം ഇത് ഫംഗ്ഷനുകൾക്കും ഒക്കെ നമ്മൾ ഇടാറുണ്ട്. ഇത് എൻഗേജ്മെന്റിന്റെ ഷർട്ടാട്ടോ. എൻഗേജ്മെന്റിന്റെ ഷർട്ടും പാന്റും എൻഗേജ്മെന്റിന്റെ അങ്ങനെ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയാ, മടക്കി വെച്ചതൊക്കെ ഒന്ന് നിവർത്തിയിട്ട് വീണ്ടും മടക്കി വെക്കും, അങ്ങനെ ചെയ്യാട്ടാ. ഇത് എൻഗേജ്മെന്റിന്റെ ബ്ലൗസ്. ഇതൊക്കെ ചെറിയ കുട്ടി ബ്ലൗസുകളാണ്. അതെ, എൻഗേജ്മെന്റിന്റെ സാരി. കെട്ട് സാരി പച്ചയാ. ഇതൊക്കെ ചെറുതാ. അന്ന് എനിക്ക് എത്ര വെയിറ്റ് ആയിരുന്നു? 58 കിലോനെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 70 ആട്ടാ. അങ്ങനെ. അപ്പൊ ഇതാണ് കല്യാണ സാരി, കെട്ട് സാരി. ഒന്ന് ജീവിതം പച്ച പിടിച്ചോട്ടെ. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ, ഏത് കളറാണ് ഇഷ്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാന് അന്ന് പച്ചയും നീലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അപ്പൊ ഞാൻ പച്ച പറഞ്ഞു. അങ്ങനെ പച്ച, ചാണകപ്പച്ച അല്ലേ, ചാണകപ്പച്ച. ഇങ്ങനെയൊക്കെ ഒരു കളർ പറയാ, ചാണകപ്പച്ച. അങ്ങനെയൊക്കെ ഞങ്ങളോടൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതാണ് കേട്ടാ, കാഞ്ചീപുരം പട്ടാണ്. നിലവാരമില്ലാത്ത കളറൊക്കെ പറഞ്ഞു. കാഞ്ചീപുരം പട്ടാണ് അല്ലേ എന്നേട്ടാ? ഇതെവിടുന്ന് എടുത്തേ സാരി? ഇതെവിടുന്ന് എടുത്തേ? കല്യാണം. അതല്ലേ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ അല്ല, ഇത് ചിലപ്പോ അന്ന് അത്രയും വിലയുടെ സാരിയാണല്ലോ, അപ്പൊ ഇന്ന് കൊടുത്താ കിട്ടുമായിരിക്കും. വെള്ളിക്കസവ ഉരച്ചു നോക്കി കഴിഞ്ഞാൽ വെള്ളിക്കസവാണെങ്കിൽ കിട്ടും. അപ്പൊ അതിന് നമ്മള് പുതിയ സാരികളെല്ലാം നമ്മള് എല്ലാവരും എന്താ അറിയോ, പുതിയ സാരി എടുത്തിട്ട് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടില്ല. കാരണം പുതിയ കിട്ടും. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അവിടെ നിന്ന് പോയ ഒരു 10,000 രൂപ കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ന് 50,000 രൂപ സാരി എടുക്കേണ്ടി വരും. പക്ഷെ ഇന്ന് 10,000 രൂപ കിട്ടണമെങ്കിൽ അന്ന് നമുക്ക് അതൊരു 5,000 രൂപ എടുത്ത സാരി. അങ്ങനെയാണ് ഇന്ന് 10,000. ഈ സാരിക്ക് എത്രയായിരുന്നു? അതൊക്കെ വളരെ കുറവാണ്. നമ്മൾ 5-6 അന്നൊക്കെ ആൾക്കാര് 10,000, 20,000, 30,000 അന്ന് എടുക്കാറ്. 10,000 എടുത്തില്ല എനിക്ക്. 10,000 പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാരി. പച്ച നല്ല കളറല്ലേ, ഫുള്ള്. ഇതാണ് ബോഡി മൊത്തം ഇതാ വരിക. ഇതിന്റെ മുന്താണി ആദ്യമായിട്ട് കല്യാണം കഴിക്കണേ എനിക്ക് ഒരു ഐഡിയ എല്ലാവരും ആദ്യമായിട്ട് കല്യാണം കഴിക്കാം. ഇതാണ് അതിന്റെ മുന്താണി കേട്ടാ. നല്ല രസല്ലേ, ഫുൾ വർക്ക്. കല്ലൊക്കെ ഉണ്ട് ഈ ഭാഗം വരണ ഭാഗത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കല്ലൊക്കെ വെച്ചു. നല്ല അടിപൊളി സാരി. ഇത് എടുത്തു കഴിഞ്ഞാൽ തന്നെ വേറൊരു അല്ലേ, ഭംഗിയില്ലേ. അന്ന് എനിക്ക് വലിയ ഡ്രസ്സെൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മളെല്ലാരും കൊണ്ടുപോയിട്ട് ഏകദേശം പിന്നാണെങ്കിൽ സാധനം മാറും. അതെ. അങ്ങനെ. അപ്പൊ ഇതാണ് കല്യാണ സാരി. ഇനി ഉണ്ണേട്ടന്റെ മുണ്ടാണ് കേട്ടോ. കല്യാണമുണ്ടല്ലേ? കല്യാണമുണ്ട്. മുണ്ടും ഷർട്ടും. അന്ന് ഇതെന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇത് അലക്കാണ്ട് സാധാരണ കല്യാണ സാരിയും കല്യാണ മുണ്ടൊന്നും അലക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കുറെ നാളെ അലക്കാണ്ട് അങ്ങനെ വെച്ചു. അതില് ഫുള്ള് കണ്ടോ
കറ വന്നു. അല്ലേ? കുറേ നാൾ പിന്നെ ഞാൻ ഇങ്ങനെ ഈ ചെളിയും വെച്ച് കുറേ നാളായി ഇരിക്കണോണ്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തു ഇത്. അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ കറ കണ്ടോ. അന്ന് നല്ല ഇത് മുണ്ട് നല്ല വിലയുള്ള മുണ്ടാണ് അല്ലേ. അങ്ങനല്ല അന്നത്തെ ഒരു സാധാരണ നമ്മളൊരു 500-600 എന്നാലും കല്യാണമുണ്ട് നമ്മൾ ഇത്തിരി അങ്ങനെയല്ല സാധാരണ വിലേനെക്കാട്ടിലും കുറച്ച് ഇതിലല്ല തന്നെയായിരിക്കും എടുക്കണ്ടാവുക. അങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കണു. അതുണ്ട് അവിടെയൊക്കെ കറയാണ് ഉണ്ട്. അന്ന് അത് ആ ചെളിയിലൊക്കെ കല്യാണത്തിൻ്റെ ആ സമയത്ത് ചെളിയിലും ഇതിലൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് അങ്ങനെ ഇട്ട് വെച്ചതാ. അപ്പോൾ അങ്ങനെ പിന്നെ ആ കറയോടുകൂടി ആ ചെളിയോടുകൂടി കുറേ നാൾ ഇരുന്ന കാരണം കൊണ്ട് ആ ചെളി അങ്ങനെ അതിൽ പറ്റിപ്പിടിച്ചു. അപ്പോൾ ഇതാണ് കല്യാണമുണ്ട്. ഷർട്ട് ഇതാ ക്രീം ഷർട്ട്. ക്രീമായിരുന്നു. ഈ കല്യാണ ചെക്കന്മാർക്ക് എപ്പോഴും ഒരു ഡ്രസ്സല്ലേ ഉള്ളൂ അല്ലേ, ക്രീം. പെണ്ണുങ്ങൾക്കാണ് ഇങ്ങനെ കളറ് പട്ടുസാരി അങ്ങനെ വരും. ഇതാണ് ഷർട്ട്. ഷർട്ടിന് പിന്നെ വലിയ ചെളിയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, അധികം ചെറിയൊരു കറ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാണ് ഷർട്ട്. ഇനിയെന്താ, ഇതാണ് റിസപ്ഷൻ്റെ ഷർട്ടാണ് കേട്ടോ ഉണ്ണേട്ടൻ്റെ ഷർട്ട്. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയാ. ചെറിയൊരു ഡിസൈൻ ഉണ്ട്, കരിനീലയാണ് ഇതിന്റെ, കുറച്ച് നരച്ചു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ. അതില് ബ്ലാക്ക് കളറാണ് തോന്നുന്നുണ്ട് അല്ലേ വരാ. ആവോ, എനിക്കിതിപ്പോൾ കളറ് കാരണം കുറേ ഉണ്ണേട്ടം ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ഉണ്ടാകുന്ന വേറെ കല്യാണങ്ങൾക്കൊക്കെ ഇതന്നെയായിരിക്കുമല്ലോ ഇട്ടിട്ട് പോവുക. അങ്ങനെ പിന്നെ കുറേ നാൾ ഉണ്ണേട്ടം ഇട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ നരച്ചിട്ട് ഇപ്പോൾ അതൊക്കെ എടുത്തു വെക്കാം നമുക്കിങ്ങനെ. ഇടയ്ക്ക് ഒന്ന് വൈകിട്ടില്ല എന്നിട്ട് വീണ്ടും മടക്കുക, എടുത്തു വെക്കുക അങ്ങനെ. ഇതാണ് എൻ്റെ റിസപ്ഷൻ്റെ സാരി. ഇത് നല്ല സാരി ആയിരുന്നു. ഇതും എല്ലാം നല്ല സാരി തന്നെയാണ്, എന്നാലും നന്നായിട്ടില്ലേ, അടിപൊളി കളറ് അല്ലേ, നല്ല മജന്ത കളറ്, ഫുൾ വർക്കാണ് കേട്ടോ. ഇത് കുറേ ഞാൻ ഫങ്ഷൻ എടുത്ത് ഇങ്ങനെ തിളങ്ങിയിട്ടുണ്ട്. ഈ സാരിക്ക് ഒരു പ്രത്യേക ഭംഗി, അത് ഇത് ഉടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാന്ന് പറയാറുണ്ട് കേട്ടോ എല്ലാവരും. നല്ല മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പോഴാണ് ഇത്തിരി ഇങ്ങനെ കാണാൻ ഇത്തിരി കൊള്ളാവുന്ന ഒരു ഇത് അല്ലേ. കൊള്ളൂ കാണാൻ. അയ്യടാ എന്നെ കാണാനൊക്കെ കൊള്ളാം. ശ്രീകുട്ടി എന്താടി നീ ചിരിച്ചത്? എന്നെ കാണാൻ കൊള്ളില്ലേ? അപ്പോൾ ഇതാണ് ഈ ഭാഗം ഇങ്ങനെ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് അമ്മോ ചിലപ്പോൾ കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഈ തുണിക്ക്. ഒന്ന് ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ വലിച്ചാൽ കീറാവുന്ന ഒരു ബലം ഉള്ളൂ. പിന്നെ ഫുള്ള് ഇവിടെ വർക്കല്ലേ. ഇതാണ് ഇങ്ങനെ വരും സാരി. നന്നായിട്ടില്ലേ? ഇപ്പോഴും നന്നായിട്ടുണ്ട് അല്ലേ കാണാന്. ഫോട്ടോ എടുക്കാം, കല്യാണ സാരി. പക്ഷെ ബ്ലൗസ് കൊള്ളില്ലല്ലോ. അപ്പം ഇതാണ് റിസപ്ഷൻ്റെ സാരി. നന്നായിട്ടില്ലേ? അപ്പം ഇതൊക്കെ ഒന്ന് പൊടി തട്ടി ഇങ്ങനെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാട്ടാ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഒരു മിനിറ്റ് കേട്ടാ. വേണ്ട ചെരുപ്പ്. അയ്യോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ വീണൂലോ. കല്യാണ ചെരുപ്പാ ഉണ്ണേട്ടൻ്റെ. ഇത് ഉണ്ണേട്ടൻ്റെ ഷൂ, ഇതെൻ്റെ ചെരുപ്പ്. പഴയ ഇതൊക്കെ ഒരു രസം അങ്ങനെ എടുത്തു വെച്ചു. ഞാനിങ്ങനെ എന്താ പറയാ ഇതൊക്കെ കൊടുക്കാനൊരു മടിയായിട്ട് ഈ വക എന്താ പറയാ പ്രധാനപ്പെട്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നൊരു സാധനം കൂടി ഉണ്ട്, വള. പൊട്ടുണ്ടോ? അത് പക്ഷെ കുട്ടികളുടെ ഈ തുണികളില്ലേ അതൊക്കെ എടുത്തു വെച്ചതിൻ്റെ കൂട്ടത്തിൽ എടുത്തു വെച്ച് തോന്നുന്നുണ്ട്. വള കാണിച്ചു കേട്ടോ. വള 16 വർഷം മുമ്പ് കേട്ടത്. പച്ച സാരിക്ക്, കല്യാണ സാരിക്ക് പച്ചവള, റിസപ്ഷനുള്ള ഇത് ഒക്കെ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്.
പിന്നെ ഈ ഒരു വയലറ്റ് എൻ്റെ വളക്കാപ്പിൻ്റെ വളയാട്ടാ. അങ്ങനെ ഇത് മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള ആ ടൈമിൽ എടുത്തതാ ഈ വേറെ കളറ് പിങ്ക്. അത് മെറൂൺ ആയിരുന്നു, അതിപ്പോൾ കളറ് മാറി, കളറ് പോയി വേറെ അവൾക്ക് പെടാതെ ഈ വളയൊക്കെ അവൾക്ക് ഇടാം. അപ്പൊ ഇതാണ് വള. ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്? പൊട്ട് എടുത്ത് വെക്കോ? പൊട്ട് ഇനി കുട്ടികളുടെ പൊട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറെ എന്തൊക്കെയോ സാധനം വേറൊരു ബാഗില്ലേ, അതിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതില് പക്ഷെ അതായത് കുട്ടികളെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമ്പോൾ ആദ്യമായിട്ട് ഇട്ട ഡ്രസ്സ്, അവരെ ടർക്കിയിൽ പൊതിഞ്ഞിട്ടുള്ളൊരു ഇതില്ലേ, അവർ ഹോസ്പിറ്റലുകാർ തന്നത്, അത് ആ സാധനം. പിന്നെ അവരെ 28ൻ്റെ ഡ്രസ്സ്, ചോറൂണിൻ്റെ ഡ്രസ്സ്, പിറന്നാളിൻ്റെ ഡ്രസ്സ്, പിന്നെ കരിവള, മറ്റേ ഇതില്ലേ ചരട്, ഇടുപ്പിൽ കടന്ന ചരട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഒരു വെട്ടിയിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, കുറേ കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചാൽ അവർക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ മാത്രമല്ല, ഇവര് ഫസ്റ്റ് ആദ്യമായിട്ട് എഴുതിയ ബുക്ക്, അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയാം, കുറെയൊക്കെ കൊടുത്തു വന്നിട്ട്. പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് അതൊക്കെ ഒരു രസമല്ലേ, കുറെ കഴിഞ്ഞിട്ട് അതൊക്കെ കാണാന് അല്ലേ. അതന്നെ. ഇനി ഒന്നുകൂടി ഉണ്ട്, ഇനി ഒന്നുകൂടി അല്ല, 2 എണ്ണം. ഇനി ഇത് എൻഗേജ്മെന്റിന്റെ 2ാമത്തെ ഡ്രസ്സ്. 2 ഡ്രസ്സ് കൊണ്ടുവരുമല്ലോ. ചുരിദാറാ, എത്ര ചെറിയ ഡ്രസ്സല്ലേ, നോക്കി നോക്ക്. ഷോള്, ചുരിദാർ. അന്ന് പട്ടിയാല ആയിരുന്നല്ലോ, പട്ടിയാല പാൻറ്റും ടോപ്പൊക്കെ ആയിരുന്നു ഫാഷൻ. പട്ടിയാല എൻഗേജ്മെന്റിന്റെ 2ാമത്തെ ഡ്രസ്സാട്ടത്. ഇത് നോക്കിയേക്ക്, എൻ്റെ അളവ് ചുരിദാറാ, നിങ്ങക്ക് തന്ന അളവ് ചുരിദാർ. അയ്യോ, ഇത് കൊള്ളും കൊള്ളില്ല, പൊന്നിന് കൊള്ളോ പാകവും തോന്നുന്നുണ്ട് ഇത്. അങ്ങനെ അപ്പം അങ്ങനെ. ഇനി ഒരു കാര്യം ഉള്ളത് എന്താ അറിയോ, കല്യാണ പത്രിക. കല്യാണ പത്രിക ഇത് എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചത്. ഇത് ഇവിടുന്ന് അല്ലേ, ഉണ്ണികൃഷ്ണൻ, ആശാദേവി. ഇതാണ് ഞങ്ങളുടെ കല്യാണ പത്രിക. ഇതില് ആശയും എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ, ആശയും അത്രല്ലേ ഉള്ളൂ. ശരിക്കും ആശയുടെ കൂടെ ഒരു പേര് കാണിച്ചിട്ടുണ്ട്, സതീദേവി. സതീദേവി, എൻ്റെ ശരിക്കത്തെ പേരല്ല, എൻ്റെ വല്യച്ഛൻ എനിക്കിട്ട പേരാണ് ത്രിസതീ ദേവി എന്നുള്ളത്. സതി എന്നാണ് എന്നെ നാട്ടിലുള്ള സതി തന്നെയാണ് വിളിക്കുക. ആശ എന്നുള്ള പേര് ഞാൻ ഇട്ടതാ, എനിക്കിഷ്ടം. സതി എന്നുള്ള എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെയല്ല, സതി എന്നുള്ള പേര് എനിക്ക് എന്താന്നറിയില്ല, അംഗൻവാടി പോയപ്പോഴേ എനിക്ക് ഈ പേര് വേണ്ട പറഞ്ഞു. അതുകൊണ്ട് ഏത് പേരാ വേണ്ട വെച്ചപ്പോൾ ഞാൻ ആശാന്നാ അങ്ങനെ എന്തോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ പറഞ്ഞു എന്നാണ് അമ്മ പറയണത്. അങ്ങനെ ആശ എന്നുള്ളത് ആശാ ദേവി, ആ സതീദേവി എന്നുള്ളത് ദേവി എടുത്ത് ഇതിലേക്ക് ഇട്ടു. അങ്ങനെ ആശാ ദേവി എന്നായി പേര്. ദേവിയാണെങ്കിലും സ്വഭാവ രാക്ഷസീരേ. ഇതാണ് ഉണ്ണേട്ടൻ്റെ കാർഡ്. ഉണ്ണേട്ടൻ്റെ അടുത്ത് ഇംഗ്ലീഷൊന്നും അറിയില്ലെങ്കിലും ഇംഗ്ലീഷിന്റെ അടിച്ചിട്ട കാർഡൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ എന്തൊക്കെയൊക്കെയോ ഇരിക്കേണ്ടതിലുള്ള കേട്ടോ, കുറേ കാർഡുകളും. നോക്കിക്ക്, പൊന്നുമോളുടെ ബർത്ത്ഡേയുടെ താങ്ക്സ് കാർഡ്, ഫസ്റ്റ് ബർത്ത്ഡേയുടെ. പിന്നെയും കുറെ എന്തൊക്കെയൊക്കെയോ ഇരിക്കുന്നുണ്ട് കാണാൻ. താങ്ക്സ് കാർഡ് നമ്മുടെ പിന്നെ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് കൊണ്ട്, കഴിഞ്ഞു. അതാണ്ടായത്. പൊന്നൂന്റെ കൊടുക്കാൻ കുറച്ച് ലേറ്റായിട്ട് പിന്നെ പകുതി തൊട്ടാ കൊടുത്തു തുടങ്ങിയത്.
അപ്പൊ ഇതൊക്കെ ഒന്ന് പൊടി തട്ടാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പൊ പിന്നെ അതൊരു വീഡിയോ ആക്കി. എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. പഴയത് സംഭവങ്ങളൊന്നും കളയാതെ സൂക്ഷിച്ചെടുക്കും. ഭ്രാന്ത് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതില് കുറെ പേരൊക്കെ അങ്ങനെ ചെയ്യണവരുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാട്ടാ. സാരികളും ഒക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞോളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.